നമസ്തേ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്, ഒരു പരിധിവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യഥാർത്ഥത്തിൽ 720 ഒക്കെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി വരുന്ന ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ പരീക്ഷകളും നീറ്റ് തന്നെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു. ആ യാത്രയിൽ ഇനിയുള്ള എക്സാമുകളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം നമുക്കറിയാം, നീറ്റ് കമ്പാരിറ്റീവ്ലി ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ നടക്കുന്ന ക്വസ്റ്റ്യനാണ്. സബ്ജക്റ്റുകളുടെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ, പരീക്ഷ എഴുതി പരിശീലിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഒരു സ്മാർട്ട് വർക്ക്, അന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും നല്ല പെർഫോമൻസിനും നമുക്ക് ഒത്തിരിയധികം മാർക്കുകൾ സ്കോർ ചെയ്യാനും 720 എന്ന് പറയുന്ന ആ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നാം ചെയ്യേണ്ട കുറേ മെത്തേഡുകളുണ്ട്. പരീക്ഷാ സെൻറ്ററിനകത്ത് നാം ചെയ്യേണ്ട വർക്കുകൾ അതെന്താണെന്നാണ് ഇന്ന് നമുക്ക് ടീച്ചറോട് ചോദിച്ചറിയേണ്ടത്. ടീച്ചർ, നമുക്ക് തീർച്ചയായിട്ടും ഈ 720ലേക്കുള്ള യാത്രയിൽ സബ്ജക്റ്റുകൾ നമ്മൾ വളരെ നന്നായി പഠിച്ചു, പരീക്ഷകൾ നമ്മൾ എഴുതുന്നു. ഇനി ഓരോ ദിവസവും ഓരോ പരീക്ഷകളും നീറ്റ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. എക്സാമിന് നമ്മൾ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട കുറേ നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ, അതിൽ എന്തൊക്കെയാണ് ഒരു സ്മാർട്ട് വർക്കായിട്ട് നമുക്ക് കുട്ടികളോടും രക്ഷിതാക്കളോടും പറയാനായിട്ടുള്ളത്? ഏറ്റവും ആദ്യത്തെ കാര്യം, പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഹാളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. നമ്മൾ ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ഹോസ്റ്റലിലായിരിക്കാം, ഒരുപക്ഷെ ഒരു 1-2 മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കാം നിങ്ങളുള്ളത്. അപ്പോൾ എനിക്ക് അതുവരെ ഇരുന്ന് പഠിക്കാമല്ലോ. പല കുട്ടികളുടെയും ചിന്ത അതാണ്, അരമണിക്കൂർ മുന്നേ ഹാളിൽ പോയിരുന്നാൽ ആ അരമണിക്കൂർ വേസ്റ്റായി പോവുകയല്ലേ. നേരെ മറിച്ച് ഞാൻ റൂമിലിരിക്കുവാണെങ്കിൽ ആ 25 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 20 മിനിറ്റ് കൂടി എനിക്ക് പഠിക്കാമല്ലോ, അതും കൂടെ എനിക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാമല്ലോ എന്നാണ് പലരും കരുതുന്നത്. അവിടെ തന്നെയാണ് ഏറ്റവും, അത് തന്നെ ഇടയ്ക്ക് ഞാൻ കയറുന്നതിൽ ക്ഷമിക്കണം, പക്ഷേ നമ്മൾ നീറ്റ് എക്സാം ഹാളിൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ ഇരിക്കണം. അത് 2.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ നിർബന്ധമായും എക്സാം ഹാളിൽ നമ്മൾ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു സമയം, അതായത് എക്സാം 2 മണിക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നാം 1 മണിക്കൂർ മുതൽ 2-2.5 മണിക്കൂർ വരെ നാം എക്സാമിന് മുമ്പ് പരീക്ഷാ ഹാളിൽ ഇരിക്കേണ്ടതുണ്ട്. ആ സമയത്തിനെ ഏത് രീതിയിലാണ് ക്രമീകരിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും വലിയ ഒരു സമയ ക്രമീകരണമാണ് നമ്മൾ ഇവിടെയും ആ ഒരു സമയം പാലിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും സർ, കാരണം എക്സാമിന് തന്നെ നമ്മൾ പറയുന്നത് കൂൾ ഓഫ് ടൈം എന്നാണ്. ഒരു പക്ഷേ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നമ്മൾ അതിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം മറന്ന് നമ്മൾ അതുവഴി ഓടിപ്പോകും. പക്ഷേ എക്സാം ഹാളിൽ വെറുതെ ഇരിക്കുന്ന ആ സമയം ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ആ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് ഒരു വർക്കുകളും ഇല്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എക്സാമിനർ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് പരിചയമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ശബ്ദമാകാം, അല്ലെങ്കിൽ വളരെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ ധാർഷ്ട്യത്തിൽ സംസാരിക്കുന്ന ആളാകാം, ചിലപ്പോൾ നമുക്ക് ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആളാകാം. അപ്പോൾ ആ എക്സാം ഹാളിൻ്റെ ആംബിയൻസ്, ചിലപ്പോൾ നമ്മളിരിക്കുന്ന ഡെസ്കോ ബെഞ്ചോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആ ഒരു ദിവസം ഓടി എത്തുമ്പോൾ നമ്മൾ ആ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ, പരീക്ഷ തുടങ്ങുന്നതിന് 1 സെക്കൻഡ് മുന്നേ നമ്മൾ ഓടി വന്ന് കാണുന്നതും 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ആ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ ആ പരീക്ഷ എങ്ങനെ എഴുതണമെന്ന് നിങ്ങളുടെ സിസ്റ്റം തീരുമാനിക്കുന്നത് പോലും ആ സമയത്തായിരിക്കണം. ഇപ്പോൾ നമ്മുടെ എക്സാം ഹാളിൽ നിൽക്കുന്ന അദ്ദേഹം, എക്സാമിനർ, ഇച്ചിരി റഫായിട്ട് സംസാരിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആളാണോ, ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ബെല്ലടിക്കുന്നതിന് മുൻപ് തന്നെ പേപ്പർ വാങ്ങിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ OMR പെട്ടെന്ന് താ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന തരത്തിലുള്ള സ്വഭാവക്കാരനാണോ, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് ആ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇഴുകി ചേരാനുള്ള സമയമാണ് ആ 1 മണിക്കൂർ. അത് നമുക്കൊരിക്കലും അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ആ നിമിഷത്തെ ആ 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നിങ്ങളെ ബാധിക്കാൻ പോകുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അയ്യോ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്, എനിക്ക് അറിയാമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ വെപ്രാളപ്പെട്ടാൽ ആ വെപ്രാളത്തോടെ നിങ്ങൾ നന്നായിട്ട് ഹാർട്ട് ബീറ്റ് കൂടി, റെസ്പിറേഷൻ റേറ്റ് കൂടി, നന്നായിട്ട് പ്രഷറൊക്കെ കൂടിയിട്ടായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നത്. അപ്പോൾ സിസ്റ്റം എപ്പോഴും കോപ്പി ചെയ്യാൻ നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സിസ്റ്റം ശ്രമിക്കുന്നത് ഹാർട്ട് ബീറ്റിനെ കുറയ്ക്കാനാണ്. റെസ്പിറേഷൻ റേറ്റ് കൂടുമ്പോൾ റെസ്പിറേഷൻ റേറ്റിനെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ പ്രഷർ കൂടിയാൽ അതിനെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ ഒരിക്കലും സിസ്റ്റം നിങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ചിന്തിക്കാനായിട്ട് ശ്രമിക്കില്ല. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ 1 മണിക്കൂർ നിങ്ങളുടെ സിസ്റ്റത്തിനെ ഏറ്റവും കംഫർട്ടബിൾ ആക്കി വെച്ചുകൊണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല റിലാക്സ് ചെയ്തിരിക്കുകയും
ചുറ്റുപാടുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് നിങ്ങളെ മോൾഡ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നിങ്ങൾ ആ പരീക്ഷാ ഹാളിൽ ചെലവഴിക്കുന്നത്. അത് മെയ് 4-ാം തീയതി പോയി അവിടെ ഇരുന്നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. മറിച്ച് ഞാൻ തുടങ്ങിയിടത്ത് തന്നെ വീണ്ടും എത്തുന്നു. ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ഹോസ്റ്റലിലാണെങ്കിൽ പോലും പരീക്ഷയ്ക്ക് ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ മുൻപെങ്കിലും ആ ഹാളിൽ എത്തുകയും ആ സമയം ഇതുപോലെ തന്നെ നിശബ്ദമായി, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകളാണോ വരുന്നത് അതേ ചിന്തകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ ആ ചിന്തകളുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. അങ്ങനെ അഡാപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയ് 4-ാം തീയതി ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തൊട്ട് നമ്മുടെ സിസ്റ്റം സ്ട്രെസ്ഡായി, ടെൻസ്ഡായി, പാനിക്കായി. അത് അങ്ങനെ വരുമ്പോൾ സിസ്റ്റം എപ്പോഴും അതിനെ കോപ്പി ചെയ്യാനാണ് നോക്കുന്നത്. ഒരിക്കലും നമ്മൾ പഠിച്ചത് നമുക്ക് ഓർത്ത് തരാനോ പെട്ടെന്ന്, പ്രത്യേകിച്ചും കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ഒന്നും ബ്രെയിൻ ശ്രമിക്കില്ല. ബ്രെയിനിൻ്റെ ചിന്ത അപ്പം മുഴുവനും നിങ്ങളെ കാമാക്കാനാണ്. നേരെ മറിച്ച് നിങ്ങൾ ഓൾറെഡി കാമാണെങ്കിൽ സിസ്റ്റം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോവുകയും അത് നിങ്ങൾക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ അതുലിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. കാരണം എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത് എൻ്റെ എക്സാമിനറാണ്. കാരണം അദ്ദേഹം അവസാനത്തെ ഹാഫ് അവറിനുള്ളിൽ അത് ഒരു പരിചയവുമില്ല, ആ എക്സാമിനുള്ള ആ റൂമിലുള്ള എല്ലാവരെയും ഏറ്റവും കാമാക്കാനും ഏറ്റവും കംഫർട്ടാക്കാനുമാണ് അദ്ദേഹം വിനിയോഗിച്ചത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കാമായിട്ട് ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ അരമണിക്കൂറും ആ വിദ്യാർത്ഥികളെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 2 മണിക്ക് എക്സാം ആരംഭിച്ചപ്പോൾ മുതൽ ഏറ്റവും കാമായിട്ടിരുന്ന ആ 200 ചോദ്യങ്ങളിലൂടെയും പോകാനായിട്ട് അതുലിന് സാധിച്ചു. അങ്ങനെയാണ് 661 എത്തിയെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഈ പറയുന്ന പോലെ നമുക്ക് ആ ഒരു ആംബിയൻസ്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളെ സംബന്ധിച്ചോളം ആ സമയം നമ്മൾ തീയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എത്രത്തോളം വെള്ളം കോരി ഒഴിക്കപ്പെടുന്നോ അതിനനുസരിച്ച് നമ്മൾ കംഫർട്ടബിൾ ആയിക്കൊണ്ടിരിക്കും. തിരിച്ചും ഉണ്ട്. അതെ സാർ, അതാ ഞാൻ പറയാൻ വന്നത്. തിരിച്ചാണെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ ആൾക്കാരും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്താണെന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൗരവം ഉൾക്കൊണ്ട് നിൽക്കുന്ന എക്സാമിനർ എല്ലാവർക്കും എല്ലാ സമയത്തും കിട്ടണമെന്നില്ല. അവിടെയും നിങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രില്യൻറ്റിൻ്റെ ഇവിടുത്തെ മെൻറ്റേഴ്സ്, ഇവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരെയും നിങ്ങൾക്കറിയാം. ആര് തന്നെ ക്ലാസ്സിൽ വന്നാലും നിങ്ങൾക്കൊരു കംഫർട്ടബിൾ സോണാണ്. ആ സോണിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി അയ്യോ എന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ആ സിസ്റ്റവുമായിട്ട് അഡാപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അവിടെ നിങ്ങളെ ചിട്ടപ്പെടുത്താൻ എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മണിക്കൂർ 2 മണിക്കൂർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അത് കൂൾ ഓഫ് ടൈം തന്നെയാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെയാണ് കൂൾ ഓഫ് ആവാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് ഈ ലാസ്റ്റത്തെ ഒരു അരമണിക്കൂറിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ആ ഇൻവിജിലേറ്റർ നമുക്ക് പറഞ്ഞു തരിക യഥാർത്ഥ എക്സാം ഹാളിൽ. ഇവിടെ നമ്മൾ ബ്രില്യൻ്റ് അതുകൊണ്ട് ഒരുക്കിയിരിക്കുന്നത് അത് യഥാർത്ഥ ക്ലാസ് ടീച്ചർ ആയിരിക്കില്ല, ചേഞ്ച് ചെയ്ത് നിൽക്കാനാണ് പറയുന്നത്. കാരണം കുട്ടികൾക്ക് എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോകേണ്ടത് കൊണ്ട് പരിചയമില്ലാത്ത ഒരാളായിരിക്കും നമുക്ക് പലപ്പോഴും എക്സാം ഹാളിൽ ഇത്തവണയും ഞങ്ങൾ ബ്രില്യൻറ്റുകാരെ അറേഞ്ച് ചെയ്യുക. അപ്പം ആദ്യത്തെ അരമണിക്കൂർ അദ്ദേഹം ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ബാക്കി റിസൾട്ടിനെ കുറിച്ചോ എന്തിനെക്കുറിച്ച് ബ്രില്യൻറ്റുമായിട്ട് ഓതറൈസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ആദ്യത്തെ 15 മിനിറ്റ് നൽകുക. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നൽകും. അപ്പോൾ സാധാരണയെങ്കിലും നമ്മുടെ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എന്തായിരിക്കും, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാനുള്ള ടെൻഡൻസിയാണ്. അതിന് പകരം നമുക്ക് ഈ കൂൾ ഓഫ് ടൈം യഥാർത്ഥ മീനിങ്ങിൽ തന്നെ കൂൾ ആവാനായിട്ട് ധാരാളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പേരുണ്ട്, റോൾ നമ്പർ എഴുതാനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് അല്ലേ? തീർച്ചയായിട്ടും സാർ, ആദ്യം അത് തന്നെയാണ് നോക്കുന്നത്. നമ്മൾ വെപ്രാളപ്പെട്ട് മറിച്ച് നോക്കി ഇതിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് എങ്ങനെയാണെന്ന് നോക്കി അത് വേണം. പക്ഷെ അത് തുടങ്ങി കഴിഞ്ഞിട്ടാണ്. അതിന് മുന്നേ തന്നെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ആദ്യത്തെ വെപ്രാളത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ എപ്പോഴും ആദ്യം കാണണം എന്നൊന്നുമില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വെപ്രാളം കാരണം നമ്മൾ വിട്ടുപോകുന്നതായിരിക്കും. ഒരു പക്ഷേ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ടഫാണെന്ന് കരുതിയ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതിന് നിങ്ങൾ കൊടുക്കേണ്ട ഈ പറയുന്ന പോലെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ പോലും നമ്മൾ OMRൽ ഓരോ കാര്യം ബബിൾ ചെയ്യുമ്പോൾ പോലും ആദ്യത്തെ 22-ാം തീയതിയത്തെ എക്സാം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഇത് ഞാൻ OMR ആണ്, ഇതെൻ്റെ മെയ് 4-ാം തീയതിയിലെ OMR ഞാൻ എങ്ങനെയാണോ ബബിൾ ചെയ്യുന്നത് അങ്ങനെയാണ് ബബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ
എറർ വരുത്തിയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ മോഡൽ എക്സാം അല്ലേ സാരമില്ല, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് വേണ്ട. ഈസി ഗോയിങ് മെൻറ്റാലിറ്റി നമുക്ക് ഒരിക്കലും വേണ്ട. എല്ലാ കാര്യത്തിനെയും വളരെ മെച്യൂരിറ്റിയോടെ ഏറ്റവും സീരിയസ് ആയിട്ട് തന്നെ. നിങ്ങളുടെ ഓരോ പരീക്ഷയും ഞങ്ങൾ എപ്പോഴും പറയും പോലെ മെയ് 4-ാം തീയതി നിങ്ങളുടെ നീറ്റ് പരീക്ഷയാണ്. അപ്പോൾ ആ നീറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന നീറ്റ് പരീക്ഷ എന്തായാലും നമ്മൾ എഴുതി തെറ്റിക്കുകയോ അല്ലെങ്കിൽ തെറ്റിപ്പോയാലും നമുക്ക് ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു എറർ വരുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് മാറിപ്പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ പേരും വരുത്തുന്ന തെറ്റ് വരുത്തുന്നതിൽ കൂടുതൽ പേരും വരുത്തുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ റോൾ നമ്പർ OMR എഴുതുമ്പം ആ ഡിജിറ്റ് ബോക്സിൽ എഴുതുകയാണ് ചെയ്യേണ്ടത്. അത് ഒന്നുകിൽ എഴുതുമ്പം അല്ലെങ്കിൽ തിരിച്ച് കറസ്പോണ്ടിങ് ബബിൾ ചെയ്യുമ്പം ഒരു എറർ വരുത്തുക എന്നുള്ളത് തെറ്റ് വരുത്തുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുത്തുന്ന തെറ്റതാണ്. അപ്പം അവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇപ്പം മുതൽ നമ്മൾ ചെയ്യുമ്പം എന്താണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു അവബോധം അവനിലുണ്ടാകും. കാരണം അവിടെ നമ്മൾ യന്ത്രം പോലെ എഴുതുന്നതിന് പകരം ഓരോ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കുകയും ഞാൻ റോൾ നമ്പറാണ് എഴുതേണ്ടത്, അത് ബബിൾ ചെയ്യുകയാണ്, എൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ തന്നെ സൈന്, സമയം, ഇതൊക്കെ മാനുവലായിട്ട് നമ്മളൊരു ബോധപൂർവം ഇടുന്ന രീതിയിൽ നാം പെരുമാറണം. ഒരു യന്ത്രം പോലെ. കാരണം നമുക്ക് അപ്പോഴും ചോദ്യം, ആൻസർ, മാർക്ക്, റാങ്ക് എന്നുള്ളതിനപ്പുറത്ത് ഇപ്പം നമ്മൾ ഇരിക്കുന്നത് നീറ്റ് എക്സാം ഹാളിലാണ്, ഇത് OMR ആണ്. അപ്പോൾ പറയുമ്പോൾ ഇത് കൊച്ചുകുട്ടികളോട് ഇങ്ങനെ പറയണമെന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ വരുത്തുന്ന തെറ്റ് ഒരിക്കലും നമ്മളെ ബാധിക്കില്ല. 100% OMR വരുന്ന ഒരു തെറ്റ് ഒരിക്കലും നമ്മളെ ബാധിക്കില്ല. പക്ഷേ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കോൺഫിഡൻസ് ലെവലിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ മുതൽ OMR ചെയ്യുന്ന അതൊക്കെ ഈ കോൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളരെ വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസവും, എല്ലാ ദിവസവും ഒന്ന് തന്നെ ആണെങ്കിൽ പോലും ഓരോ ദിവസവും അത് വായിച്ചു നോക്കുകയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, റോൾ നമ്പർ ബോക്സിൽ എഴുതുകയാണ്, എൻ്റെ റോൾ നമ്പർ ഇന്നതാണ്, ഒന്നും കൂടെ നോക്കിയേക്കണം, റോൾ നമ്പർ ഇന്നതാണ്, അത് ബബിൾ ചെയ്യുകയാണ്. അപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എടുത്ത് നോക്കുക. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരൊക്കെ എഴുതുമ്പോഴും ഒക്കെ ബോധപൂർവമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം അവിടെ ഏറ്റവും വലിയൊരു കാര്യം സാറി പറഞ്ഞതുപോലെ അവർ എഴുതുന്ന ഒരു തെറ്റ് ഒരിക്കലും അവരുടെ ലൈഫിനെയോ റിസൾട്ടിനെയോ ബാധിക്കില്ലെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് അയ്യോ തെറ്റി, അപ്പോൾ ഇനി ഞാൻ മൊത്തം കറക്റ്റ് ചെയ്താലും എനിക്ക് അഡ്മിഷൻ കിട്ടൂലേ, എൻ്റെ OMR ഇവാലുവേറ്റ് ചെയ്യാതെ പോവുമോ, എനിക്ക് ഫുൾ മാർക്ക് 0 ആയി പോകുമോ, അങ്ങനെ നമ്മൾ പിന്നെയുള്ള നിമിഷങ്ങളെല്ലാം തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഈ പറയുന്ന പോലെ വേറെ പല കാര്യങ്ങളെക്കുറിച്ചാണ്. പറയുകയും ചെയ്യും, ചിലപ്പം പറയുകയും ചെയ്യും. കാരണം ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണെങ്കിലും എല്ലാവർക്കും അതിൽ ഒരു തറവ് നോളജ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് തന്നെ അയ്യോ മാർക്ക് കൊടുത്തു, ഇത്രയും വലിയ പരീക്ഷയിൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അത് മാറി തരാനും അവർക്കാവില്ല. ക്വസ്റ്റ്യൻ ബുക്കിൽ OMR ഒരു കാരണവശാലും നമുക്ക് വേറെ മാറ്റി തരത്തില്ല. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ നോക്കുക എന്നുള്ളത് ഫസ്റ്റ് എക്സാം ഓൺവേർഡ്സ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഓൾറെഡി തന്നെ നമ്മൾ ഡിജിറ്റ്സ് എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് മാത്രമേ കാണാകൂ. അല്ലാതെ റോൾ നമ്പർ എഴുതുമ്പോഴും പരീക്ഷ എങ്ങനെ ഉണ്ടാവും, ഫിസിക്സ് പാടായിരിക്കും, കെമിസ്ട്രി, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. റോൾ നമ്പർ എഴുതുമ്പോൾ ഞാൻ റോൾ നമ്പർ എഴുതുകയാണ്, ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്, ഓക്കെ ഞാൻ 1 എഴുതി 1 ആണോ ബബിൾ ചെയ്യുന്നത്, 2 എഴുതി 2 ആണോ ബബിൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് കൺട്രോളിലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ ഒരു 1, 2, 3 പരീക്ഷ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, റോൾ നമ്പർ കാണുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വന്ന് ബബിൾ, ആ ഒരു കൃത്യം നിങ്ങളുടെ സാറി പറഞ്ഞ പോലെ നമുക്കൊരു കോൺഷ്യസ് കൺട്രോളിൽ അത് ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ ഡിജിറ്റ്സ് ഇങ്ങനെ എഴുതിക്കൊണ്ട് ഫിസിക്സ് ഞാൻ ആ ചാപ്റ്റർ പഠിച്ചില്ല, അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ കെമിസ്ട്രി ആ ചാപ്റ്റർ പഠിച്ചില്ല എത്ര ക്വസ്റ്റ്യൻ വരും, പരീക്ഷ എളുപ്പമായിരിക്കും, എനിക്ക് റാങ്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. പരീക്ഷാ ഹാളിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ട. പേരെഴുതുമ്പോൾ പേരിൻ്റെ നമുക്കറിയാം ആൽഫബറ്റ് എന്തൊക്കെയാണ്, അത് എഴുതിക്കോളൂ. അത് ബബിൾ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ബബിൾ ചെയ്യൂ. ഇതെല്ലാം തന്നെ ഒന്നാമത്തെ പരീക്ഷ മുതൽ നിങ്ങൾ എഴുതുന്ന അവസാനത്തെ പരീക്ഷ വരെ ഏറ്റവും സീരിയസ് ആയിട്ട് കണ്ട് അതിലൊന്നും തന്നെ ഒരു സാരമില്ല ഇത് പോട്ടെ, ഇത് മോഡൽ എക്സാം അല്ലേ, അങ്ങനെ ഒരു അപ്രോച്ചേ പാടില്ല. കാരണം നിങ്ങൾ എത്രത്തോളം അത് കൃത്യമായിട്ട് ചെയ്യുന്നോ ആ കൃത്യത നിങ്ങളുടെ ബ്രെയിൻ കൃത്യമായി ലോഡ് ചെയ്യുകയും പരീക്ഷാ സമയത്ത് അത് കൃത്യമായി ഉപയോഗിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 2 മണിയായിരിക്കുന്നു. അപ്പം നമുക്ക് ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കറിയാം ഇപ്പം പുതിയ പാറ്റേൺ നമുക്ക് ഓഫ്ലൈൻ എക്സാം തന്നെയാണ്. ഇനി അത് 200 ചോദ്യങ്ങളാണോ 180 ചോദ്യങ്ങളാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നമ്മൾ 200 ചോദ്യങ്ങൾ തന്നെ വെക്കുന്നു. അങ്ങനെ 200 ചോദ്യങ്ങളാണെങ്കിൽ അപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്തതിന് ശേഷം ചിലരെങ്കിലും ഇത് ടഫാണോ ഈസി ആണോ എന്ന് കുറേ മറിച്ച് നോക്കാറുണ്ട്. അതിന് പകരം നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജുകളും അതിനകത്ത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് പേജുകളെല്ലാം ഉണ്ടോ, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നമ്പറിലേക്ക് ക്വസ്റ്റ്യൻ നമ്പറിലൂടെ ഒന്ന് ഓടിച്ചു പോകുക. 2 സെക്കൻഡ് കൊണ്ടാണ്
ഏതെങ്കിലും മഷി ക്ലിയർ അല്ലാതെ മഷി പടർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകൾ, ഏതെങ്കിലും പ്രിന്റ് വരാതെ പ്ലെയിൻ പേപ്പറുകളായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാനുള്ള സബ്ജക്റ്റുകൾ അത് എവിടെയൊക്കെയാണ്. അല്ലാതെ ഒരിക്കലും ആ സമയത്തിരുന്ന് ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണോ 100ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണോ അങ്ങനെ ഒരു കാരണവശാലും നോക്കരുത്. ആ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ 10 പേജ് ഉണ്ടെങ്കിൽ ഈ 10 പേജും കൃത്യമായിട്ടുണ്ടോ, ഈ 10 പേജിൽ എവിടെയെങ്കിലും ടിയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറി ഇല്ലാതിരിക്കുന്നുണ്ടോ, 8 കഴിഞ്ഞിട്ട് ചിലപ്പം 11 ആണോ ഉള്ളത്, ഏതെങ്കിലും പേജ് മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ പേജ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടോ, ക്വസ്റ്റ്യൻ പ്രിന്റഡ് ആവാതെ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാൻ ജസ്റ്റ് 2-3 സെക്കൻഡുകൾ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം കൺസ്യൂം ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക, എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുക. അവിടെ നമുക്ക് ഒരു പ്ലാൻഡ് ആയിട്ട് ചിലപ്പം ബോട്ടണി എഴുതാം, അല്ലെങ്കിൽ സുവോളജി എഴുതാം, അല്ലെങ്കിൽ ഫിസിക്സ് എഴുതാം, കെമിസ്ട്രി എഴുതാം. പലവിധ രീതിയിലാണ് നമ്മുടെ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു കംഫർട്ട് സോൺ നോക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല അല്ലേ? ഇല്ല സാർ, ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫിസിക്സ് പൊതുവെ ഇച്ചിരി ബാക്കിലോട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർ ആ ഒരു തോന്നലോടുകൂടി ആയിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ. ഒരുപക്ഷെ ആ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, നിങ്ങൾക്കത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഈ ഒരു തോന്നൽ കിടക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഈ ഒരു ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടാകാം. അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ആ ഒരു സബ്ജക്റ്റ് എടുത്ത് നോക്കുന്നതായിരിക്കും ലിറ്ററലി ഏറ്റവും നല്ലത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്, നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഏത് സബ്ജക്റ്റ് ആയാലും അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ മാറ്റം ഉണ്ടായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും. ആ മാറ്റം നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്താലും കുഴപ്പമില്ല, പക്ഷെ എല്ലാം വായിച്ചു പോകണം. അതാണ് നമുക്ക് പ്ലാൻഡ് ആണ്. 200 ചോദ്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകും, അതിനുള്ള സമയം ഞാൻ എടുത്തിരിക്കും എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ട്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മളിപ്പം ബോട്ടണി ആയിരിക്കും, സുവോളജി ആണ്, അല്ലെങ്കിൽ കെമിസ്ട്രി ഏത് വേണേ ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, നമ്മൾ ആദ്യത്തെ ഒരു 5 ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സബ്ജക്റ്റിന്റെ ടഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്വിച്ച് ചെയ്യാം. കാരണം നമ്മൾ ബോട്ടണി ഇപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, നമ്മൾ എപ്പോഴും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ്. പക്ഷെ നിങ്ങളൊരു 1-2 ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, കുറച്ച് സമയം കൂടെ കൺസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടും, ഒരു ഡൗട്ട്ഫുൾ ആവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും അത് വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് പതുക്കെ സുവോളജി, കാരണം ഒരു കാര്യം എപ്പോഴും ഓർക്കുക, 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ടഫ് ആവുന്ന സമയത്ത് മറ്റൊരെണ്ണത്തിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഉണ്ടാകും. ചോദ്യങ്ങളിൽ 160 ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിരിക്കും, ഏറ്റവും സിമ്പിൾ ആയിരിക്കും. ഒരു പക്ഷേ സർ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഡിഫിക്കൽട്ടി ലെവലിലുള്ള 5 ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങൾ ആദ്യം കണ്ടത്. ബാക്കിയുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഈസിയാണ്. അത് ഒന്ന് കാണണമെങ്കിൽ അടുത്തൊരു സബ്ജക്റ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് പോകാം. ഇവിടെ ഫിസിക്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫിസിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല അവിടെയും നിങ്ങൾക്ക് 1 മിനിറ്റിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാകും എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒന്ന് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇത് ഇപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളിലേക്ക് കടന്നു പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യനുകൾ മാർക്ക് ചെയ്ത് ഒന്ന് ബബിൾ ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആ ബബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ ഈസി എന്ന് കരുതുന്ന അല്ലെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടുന്ന ആൻസേഴ്സ് ഫിനിഷ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ സബ്ജക്റ്റും, അത് നിങ്ങൾ ബോട്ടണി ആണോ സുവോളജി ആണോ എന്താണോ, നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ മാറ്റി വെച്ചു, അതിൽ തന്നെ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് കുറച്ചുകൂടെ ഈസിനെസ് ഉള്ളത്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ ആദ്യം ചെയ്തു. ദെൻ അടുത്ത് ചെയ്യുന്നത് കുറച്ചുകൂടെ ആവറേജ് ലെവലിലുള്ളത് നമ്മൾ ചെയ്തു. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഡിഫിക്കൽട്ടി ലെവലിൽ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 5 ഉള്ളൂ. എന്നാൽ പോലും അതിനെയാണ് ഏറ്റവും അവസാനം നിങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉറപ്പുണ്ട് എനിക്ക് ആൻസർ കിട്ടും, ബയോളജിയാണ് 10 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാനുണ്ട്, പക്ഷേ എനിക്ക് 1 മിനിറ്റിൽ ഇത് വായിച്ചു തീർക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ അപ്പം തന്നെ അത് ക്വിറ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം. അത് തന്നെയാണ് ഇതിന്റെ കൗശലവും. കാരണം ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ നമുക്ക് വായിച്ചാൽ 100% ആൻസർ കിട്ടുന്നതെന്ന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഇത് വായിച്ച് നോക്കിയിട്ട് ആൻസറിൽ കിട്ടിയ എന്നുള്ളൊരു വാശി കാണിക്കും. പക്ഷെ അവിടെ നമുക്ക് 3-4 മിനിറ്റാണ് നഷ്ടപ്പെടുന്നത്. അതിന് പകരം അതവിടെ ഒന്ന് നിർത്തുവാനും തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാനും അവസാനത്തെ സമയത്ത് ഇത് തിരിച്ചു വന്ന് ചെയ്യാനുമുള്ള ഒരു ട്രിക്ക് അത് നമ്മൾ തീർച്ചയായിട്ടും ഇത്തവണ പാലിച്ചിരിക്കണം. കാരണം ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റിൽ കൂടുതൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ സമയം എടുക്കരുത്. തീർച്ചയായിട്ടും അവസാന സമയം നമുക്കത് റിവൈസ് ചെയ്യാൻ സമയം കിട്ടും. അതുകൊണ്ട് പ്ലാൻ നമുക്ക് 45x4 45-ന്റെ 4 സെക്ഷനായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റുകൾക്കെല്ലാം ചെയ്യുവാനും
അവസാനത്തെ 45 മിനിറ്റോളം നമുക്ക് എല്ലാം ഈ അവസാനത്തെ ടൈമിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടണം. അത് ക്വസ്റ്റിൻ്റെ ഈസിനെസ് അനുസരിച്ച്, അല്ലാതെ 45 മിനിറ്റ് തീർക്കണമെന്നൊന്നുമല്ല. പക്ഷേ അത് നമ്മുടെ പ്ലാൻഡ് ആയിരിക്കണം, നമ്മൾ മനസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ ആയിരിക്കണം. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഈ OMRലൊക്കെ ചെയ്യുന്നത് പോലെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ് ക്വസ്റ്റ്യൻ നമ്പർ എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കണം. കാരണം ഏത് സബ്ജക്റ്റ് എടുത്ത് ചെയ്യുന്നു, നമ്മൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നു, നമ്മുടെ OMRും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പറിനെ കുറിച്ച് എപ്പോഴും നമ്മൾ തികഞ്ഞ കോൺഷ്യസ് ആയിരിക്കണം, അല്ലേ? ആ ഒരു കോൺഷ്യസ്നെസ് പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫിസിക്സിൻ്റെ 3 ക്വസ്റ്റ്യനേ ചെയ്തുള്ളൂ, അപ്പോൾ ബാക്കി 10 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഒരുമിച്ച് 15 ബബിൾ ചെയ്യാം. എപ്പോഴും വരുത്തുന്ന ഒരു എറർ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ, കഴിഞ്ഞ 720-ലൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ തെറ്റുകളാണ്. എങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ അത് ആവർത്തിക്കുകയും അത് വീണ്ടും അവരിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്തതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യനെ ഒരു ഇപ്പോൾ ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് ആകെ ഒരെണ്ണേ നിങ്ങൾ ചെയ്തുള്ളൂ ആദ്യത്തെ റീഡിങ്ങിൽ മതി. പക്ഷെ ആ ഒരെണ്ണം നിങ്ങൾ അപ്പോൾ തന്നെ ബബിൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. ഓരോ പ്രാവശ്യവും നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുകയും വീണ്ടും OMRൽ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുകയും ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ തന്നെയാണ് ബബിൾ ചെയ്തിരിക്കുന്നതെന്ന് 100% ഉറപ്പ് വരുത്തുകയും ചെയ്യണം. കാരണം നമ്മൾ ഓർക്കും, നമ്മളിപ്പം 8ാമത്തെ ചെയ്തു, 9ാമത്തെ ചെയ്തു, 10ാമത്തെ നമ്മൾ സ്കിപ്പ് ചെയ്യുക ചെയ്തത്. പക്ഷെ തിരിച്ച് നമ്മൾ OMRൽ പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അറിയാതെ കയറി 9 വെച്ചും ഒരു 5ഓ 6ഓ ക്വസ്റ്റ്യൻ ബബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറിനെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് 200 ചോദ്യങ്ങളിൽ 180 എണ്ണം നമ്മൾ ചെയ്യുമ്പോൾ 180 പ്രാവശ്യവും ക്വസ്റ്റ്യൻ്റെ നമ്പറും OMRന്റെ നമ്പറും നോക്കിയിരിക്കണം. നോക്കിയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെയും ഈ പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 5 മാർക്ക് പോയി എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. പിന്നെ വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾ തെറ്റിക്കും. കാരണം നമുക്ക് ഒന്ന് തെറ്റിപ്പോയി എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രഷർ ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ നമുക്ക് പർപ്പസ്ഫുള്ളി അവോയ്ഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതും ഫസ്റ്റ് എക്സാം മുതൽ തന്നെ അവോയ്ഡ് ചെയ്ത് പഠിക്കണം. കാരണം 1ാമത്തെ എക്സാമിൽ സാരമില്ല മിസ്സേ, കുഴപ്പമില്ല, ഞങ്ങൾ ഇപ്പം തൽക്കാലം പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനം OMR മാർക്ക് ചെയ്യാം, എന്നിട്ട് മെയ് 4-ാം തീയതി ഞങ്ങൾ ക്വസ്റ്റിന് നേരെ അപ്പോഴപ്പോഴും ചെയ്തു പോകാം എന്ന് കരുതരുത്. 22-ാം തീയതി നിങ്ങൾ ആദ്യത്തെ പരീക്ഷ എഴുതിയത് മുതൽ ഇനി വരുന്ന എല്ലാ പരീക്ഷകളിലും നിങ്ങൾ എഴുതുന്നത് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണോ, ആയിക്കോട്ടെ, 100ാമത്തെ ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തതിന് ശേഷമേ തിരിച്ച് വീണ്ടും വരാവൂ. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണോ എഴുതുന്നത്, ആയിക്കോട്ടെ, 3ാമത്തെ ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. ചിലപ്പോൾ അങ്ങനെ ശീലമില്ലാത്ത കുട്ടികൾക്ക് അവർ ഇച്ചിരി സ്ലോ ആകുന്നതായിട്ട് തോന്നും. സമയത്ത് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വെപ്രാളം തോന്നും. അങ്ങനെ ഒരു നമ്മളെ തന്നെ ഒരു ഡൗട്ട്ഫുൾ ആകും. സാരമില്ല, ഒരു 2 പരീക്ഷ നിങ്ങൾ ആ ഒരു രീതിയിൽ എഴുതി വന്നാൽ 3ാമത്തെ പരീക്ഷ മുതൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുകയും നിങ്ങൾ ആ ലെവലിലേക്ക് വരികയും ചെയ്യും. തീർച്ചയായിട്ടും അവിടെയൊക്കെ നമുക്ക് ഈ ട്രിക്ക് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് വേണം പല വീഡിയോകളും കാണാം. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാർക്ക് ചെയ്ത് ലാസ്റ്റ് ടൈം ചെയ്യുക, അല്ലെങ്കിൽ OMRൽ ജസ്റ്റ് ഒരു ഡോട്ട് മാത്രം ഇട്ടിട്ട് അവസാനത്തെ സമയത്ത് അതെല്ലാം ബബിൾ ചെയ്യാം. ശരിയായിരിക്കാം, 10 മിനിറ്റോളം അല്ലെങ്കിൽ 5 മിനിറ്റോളം ഒക്കെ നിങ്ങൾക്ക് അത് സേവ് ചെയ്തേക്കാം. പക്ഷേ നമുക്ക് തെറ്റ് സംഭവിച്ചാൽ നീറ്റ് 2025 നമുക്ക് നഷ്ടപ്പെടുന്നത്. അവിടെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇപ്പം ഡോട്ട് ഇട്ടിട്ട് തന്നെ നമ്മൾ ഡോട്ട് ഇട്ട് വന്നു, അത് കഴിയുമ്പോൾ നമുക്ക് തോന്നും അതല്ല ആൻസറും തോന്നുന്നു. നമ്മൾ വേറൊരെണ്ണം മാർക്ക് ചെയ്താലും ആ ഡോട്ടും ആ മാർക്ക് ചെയ്തതും തീർച്ചയായിട്ടും റീഡ് ചെയ്യുകയും അത് ഡബിൾ ആൻസറാണ്, നെഗറ്റീവ് മാർക്കിലോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു, ആൻസർ കിട്ടി, ആൻസർ കംപ്ലീറ്റ് നമ്മൾ കൺഫേം ആണെങ്കിൽ തീർച്ചയായിട്ടും അത് OMRൽ മാർക്ക് ചെയ്യാം. ഇല്ല, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവസാനത്തെ സമയത്ത് അത് റിവൈസ് ചെയ്യാം. പറഞ്ഞ പോലെ നമുക്ക് നീറ്റ് 2025 ഇനി ഒരു റീടേക്ക് കിട്ടില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അത് മെയ് 4-ാം തീയതി, കാരണം കഴിഞ്ഞ വർഷം പോലും എനിക്ക് ഏറ്റവും അറിയാമെന്നുള്ള പേഴ്സണലി ഞാൻ അത്രയും സംസാരിക്കുന്ന ഒരു കുഞ്ഞ് വന്ന് ഏറ്റവും അവസാനം എന്നോട് പറഞ്ഞൊരു കാര്യവും അത് തന്നെയാണ്. മിസ്സേ, എപ്പോഴും ഞാൻ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്, മോഡൽ എക്സാമിന് ഞാൻ ക്വസ്റ്റ്യന് നേരെ ബബിൾ ചെയ്ത് തുടങ്ങാം, പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും സ്ലോ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ എല്ലാം കൂടെ കൂട്ടി വെച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം ഒരുമിച്ചാണ് ബബിൾ ചെയ്ത് ശീലിച്ചത്. പരീക്ഷയ്ക്കും അങ്ങനെ ബബിൾ ചെയ്തു, എറർ വന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാർക്ക് കിട്ടേണ്ട കുഞ്ഞായിരുന്നു, പക്ഷേ റാങ്ക് നന്നായിട്ട് തന്നെ താഴെ പോയി. അപ്പോൾ ഏറ്റവും വിഷമത്തോടെയാണ് നമ്മളിത് കേൾക്കുന്നത്. കാരണം എത്രയോ പ്രാവശ്യം നമ്മളിത് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ചേഞ്ചുകളൊന്നും തന്നെ നിങ്ങൾ മെയ് 3-ാം തീയതിയോ മെയ് 2-ാം തീയതിയോ അല്ല കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് 3 മാസമാണ്, 90 ദിവസത്തോളം നിങ്ങൾക്ക് സമയമുണ്ട്. ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും അഡാപ്റ്റ് ചെയ്ത് ഒരു സിസ്റ്റം പോലെ അതിനെ കൊണ്ടുവരാൻ പറ്റും. ഒരു എററുകളും ഇല്ലാതെ, ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിനൊരു പ്രാക്ടീസ്, അതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോ കാര്യവും ചെയ്താൽ
ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ 2025 നിങ്ങൾ ക്ലിയർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2-3 എണ്ണം മാർക്ക് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ OMRലോട്ട് എഴുതാൻ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്ഥിരം പല്ലവിയാണ്. നമ്മൾ കഴിഞ്ഞ തോളം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ മാത്രമേ മാറുന്നുള്ളൂ, അതിൻ്റെ ആവലാതികൾ മാറുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എത്രത്തോളം ആൻസർ കിട്ടി, ആ ആൻസറുകളെല്ലാം തന്നെ OMRൽ വന്നു എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ടീച്ചർ, നമുക്ക് പല സബ്ജക്റ്റുകളുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം ആദ്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു, അതിൻ്റെ ഡേറ്റ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു, ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ നോക്കുന്നു, നമ്മൾ ആൻസറിലോട്ടെത്തുന്നു. അപ്പോൾ ആ ഒരു രീതി ഇവർക്ക് എന്തൊക്കെയാണ് ഏറ്റവും എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താനായിട്ട്? ആദ്യം സർ എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ബയോളജിയാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ബയോളജി നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ, ബയോളജിയൊക്കെ ആകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് അല്ലാതെ വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നിങ്ങൾ ഓപ്ഷൻ നോക്കാതെ തന്നെ, ഓപ്ഷൻ ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ ആൻസർ എന്താണെന്ന് ഒന്ന് ചിന്തിക്കണം. ഒരുപാട് നേരം ചിന്തിക്കേണ്ട, ഒറ്റ ചിന്തയിൽ തന്നെ അറിയാമെങ്കിൽ അത് കിട്ടും. ഫോട്ടോഷൂട്ട് ആ ടൈമിൽ തന്നെ ഒന്ന് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ആ കിട്ടുന്ന സാധനം പിന്നെ ഒന്ന് കൈ മാറ്റി വെച്ചിട്ട് ആ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട്, ജസ്റ്റ് ചെറിയ മാർക്കിങ്ങേ ഉള്ളൂ, ഞാൻ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യാനാണ് പറയുന്നത്, മാർക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കി 3 ഓപ്ഷനുകളിലും ഒന്ന് കടന്നു പോവുക. പ്രത്യേകിച്ചും ബോത്ത് 1 and 2 അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്, ഓൾ ഓഫ് ദീസ് ഒക്കെ വരുന്ന സമയത്ത് ബാക്കിയുള്ള ABC ഓപ്ഷൻ ഏതെങ്കിലും തരത്തിൽ ഇതിന് ചേർന്ന് വരുന്നുണ്ടോ, എങ്ങനെയാണ് എന്ന് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം ബിഫോർ മാർക്കിംഗ് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസറുമായിട്ട് ചേർത്ത് വെച്ച് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുക, അതിനുശേഷം ബബിൾ ചെയ്യുക. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ആൻസർ വലിയ ലെവലിൽ വായിക്കാതെ ചെയ്ത് നോക്കാമായിരിക്കും. എന്നിട്ട് ചെയ്തു നോക്കി ആൻസർ കിട്ടുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ ആ ആൻസർ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ആൻസർ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ ആൻസർ ഉണ്ടെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഒന്നുകൂടെ നോക്കുക. കാരണം പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെയ്തു വരുന്ന ആൻസർ ഞങ്ങൾ എഴുതും, പക്ഷേ ആ ആൻസർ ഓപ്ഷനിൽ കാണും, അത് തെറ്റായിരിക്കും. ഒരു പക്ഷേ അവിടെ നിങ്ങൾ വരുത്താനുള്ള ഒരു എറർ, കോമൺ ആയിട്ട് കുട്ടികളെല്ലാം വരുത്തുന്ന ഒരു എറർ, അവർ അതുപോലെ തന്നെ ആ എറർ വരുമ്പോൾ ഇപ്പോൾ 12 വരേണ്ട ആൻസർ എറർ വന്നു കഴിയുമ്പോൾ 22 വരേണ്ടത്. അപ്പോൾ ഇത് അറിയാമെന്നുള്ള ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ 22 ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ എറർ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 22, നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷനിലും 22 ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കി ഉറപ്പിച്ചതിന് ശേഷം, ഈ 22 തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വായിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട്, ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മളൊരു കോൺഷ്യസ് കൺട്രോളിലായിരിക്കണം. ഒരിക്കലും നമ്മൾ ഇത് വായിച്ചിട്ട് അയ്യോ ഇത് ഡിഫിക്കൽട്ടാണ്, കെമിസ്ട്രി എങ്ങനെ ആയിരിക്കും എന്തോ, ബയോളജി എങ്ങനെ ആയിരിക്കും എന്തോ, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബ്രെയിൻ അതിനെ മാത്രമേ അപ്പോൾ അനലൈസ് ചെയ്യാവുള്ളൂ, ആ ആൻസറിനെ മാത്രമേ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യാവുള്ളൂ, ആ ആൻസറിനെ മാത്രമേ ബ്രെയിൻ നിങ്ങൾക്ക് തരാവൂ. അതിനനുസരിച്ച് ബ്രെയിനിനെ മോഡിഫൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടാക്കി എടുക്കേണ്ടത് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ്. ആദ്യത്തെ എക്സാം തൊട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പുള്ളിക്ക് മനസ്സിലാവും. ബ്രെയിൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതുപോലെ നമുക്ക് തിരിച്ചു തരുന്ന ആൾ. പണ്ട് നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, A4 ആപ്പിൾ എന്ന് 10 പ്രാവശ്യം പറഞ്ഞാണ് നമ്മൾ പഠിച്ചത്. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്താലും അതവിടെ ലോഡ് ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. സോ അത് കണ്ടിന്യൂസ് ഇൻപുട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ മോഡൽ എക്സാം മുതലാണ്. അത് നിങ്ങൾ ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആകേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നെഗറ്റീവിനെ പേടിക്കുന്നില്ല, 200 ചോദ്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകും, അതിൽ 180 എണ്ണവും ഞാൻ ചെയ്തിരിക്കും എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ തീർച്ചയായിട്ടും നല്ലതാണ്. തീർച്ചയായിട്ടും വേണം സർ. കാരണം 200 ക്വസ്റ്റ്യനുകളും ഞാൻ കാണും, ആദ്യത്തെ കുറച്ച് മാത്രം ഞാൻ കണ്ടാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 90% നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ 1 by 1 അടുക്കി ആയിരിക്കില്ല കിടക്കുന്നത്. അപ്പോൾ ഇത് പലയിടത്തും റാൻഡമായിട്ട് ചിതറി കിടക്കുകയാണ്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് കണ്ടെത്തണമെങ്കിൽ 200 ക്വസ്റ്റ്യനിലൂടെയും നമ്മൾ കണ്ണോടിച്ചാലേ പറ്റൂ. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് സബ്ജക്റ്റിനോ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്, പലപ്പോഴും ഇപ്പോഴും ഞാൻ ഏറ്റവും അടുത്ത് കേട്ട ഒരു കാര്യം അതാണ്. നമുക്ക് ഞാൻ ബയോളജിയുടെ സമയം കൂടെ ഞാൻ ഫിസിക്സിന് മാറ്റി വെച്ചിട്ട് ബയോളജി ഞാൻ 30 മിനിറ്റിൽ തന്നെ തീർക്കും, അതാണ് എൻ്റെ വാശി. അങ്ങനെ ഒരു വാശിയും ഇല്ല. അങ്ങനെ വാശി വെച്ചാൽ ബയോളജിയിലെ പല ടേമുകളും നമ്മൾ കാണില്ല. അവിടെയാണ് ബയോളജി എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് പറയുന്നിടത്ത് പോലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്സ് ഉണ്ടാകുന്നതും നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതും ബയോളജി ആകാനുള്ള കാരണവും അതുതന്നെയാണ്. അപ്പോൾ 200 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സബ്ജക്റ്റിനും എല്ലാ ക്വസ്റ്റ്യനും ഒരേ മാർക്കാണ്.
ബയോളജിക്ക് എളുപ്പം വായിച്ചാൽ മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് അതിന് 1 മാർക്കും ഫിസിക്സിന് 8 മാർക്കും കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഫിസിക്സിന് കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കാം. പക്ഷേ എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 4 അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റിന് കൊടുക്കേണ്ട പ്രയോറിറ്റിയും ഈക്വൽ പ്രയോറിറ്റിയാണ്, എല്ലാ സബ്ജക്റ്റിന് കൊടുക്കേണ്ട പ്രയോറിറ്റിയും ഈക്വൽ ആണ്. എല്ലാ ക്വസ്റ്റ്യനിലൂടെയും കടന്നുപോയി പിന്നെ ഏറ്റവും നല്ല മാർക്കിൽ, അതായത് ഒരു 700 മാർക്കിന് പ്ലസ് വരുന്ന കുട്ടികൾക്കാണ് പലപ്പോഴും ഈ ഒരു നെഗറ്റീവ് ഫീലിംഗ് വന്നിട്ട് എനിക്ക് ഇത്രയും മാർക്കുണ്ട്, ഇനി ഞാൻ ഒരു കാര്യം അറ്റൻഡ് ചെയ്താൽ തെറ്റിപ്പോകുമെന്ന് തോന്നുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തെറ്റിപ്പോകുമോ എന്ന് അറച്ചു നിൽക്കുന്നിടത്ത് അത് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുന്ന ഒരാളുണ്ടാവും. അപ്പോൾ അയാളുടെ റാങ്ക് ഒന്നുകൂടെ മുന്നിലേക്ക് അയാൾക്ക് തന്നെയാണ് 720 ഉള്ളത്. ഈ അവസാനത്തെ ഒരു 4 ഒക്കെ ആയിരിക്കും ചെയ്യാതിരിക്കുന്നത്. 700-ൽ പോയി നിൽക്കുകയും 4 നമുക്കത് 50% അറിയാം. ആ 4 മാർക്ക് നെഗറ്റീവ് വരുത്തണ്ടെന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന ആ 4 20 മാർക്കിൽ ഡെഫിനറ്റ് ആയിട്ടും 15 മാർക്ക്, അതായത് 3 ശരിയാവുകയും 1 തെറ്റാനുള്ള പ്രോബിലിറ്റി അവിടെ ഉള്ളൂ. അതൊരു ധൈര്യമാണ്, നമുക്കത് ചെയ്താൽ കിട്ടും ധൈര്യശാലിക്കുള്ളതാണ് 720. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് നിൽക്കുന്ന ആള് ആദ്യത്തെ റാങ്കുകൾ തന്നെ എയിം ചെയ്യുന്ന ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ആദ്യമേ തന്നെ നെഗറ്റീവിനെ ഭയക്കാതെ അവനെ ഒന്ന് പിടിച്ചടക്കാൻ എന്ത് ചെയ്യണം, അത് സാരമില്ല, അതൊന്ന് തെറ്റിയാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഈ പറഞ്ഞ പോലെ അയ്യോ എനിക്കിപ്പോൾ 700 ഉണ്ട്, ഞാൻ ഒന്ന് തെറ്റിച്ചാൽ പിന്നെ താഴെ പോകുമോ എന്ന് ചിന്തിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏതോ ഒരാൾ ആ ഒരു പേടിയെ അല്ലെങ്കിൽ അതിനെ ആ ധൈര്യത്തോടെ നേരിടുന്ന ഒരാൾ എൻ്റെ മുന്നിൽ കയറിയിട്ടുണ്ട്, ഇനി അയാളെ ഓവർകം ചെയ്യണമെങ്കിൽ ഞാനും കുറച്ചുകൂടെ ധൈര്യം കാണിക്കണം. ആ ധൈര്യം കാണിച്ചു കഴിയുമ്പോൾ തന്നെ നെഗറ്റീവും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ മോഡൽ എക്സാമിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഈ 3 മണിക്കൂർ എക്സാം അല്ലെ 3 മണിക്കൂർ 20 മിനിറ്റ് എക്സാം 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കുകയും 300 മാർക്ക് 350 മാർക്ക് കിട്ടിയുള്ളൂ എന്നുള്ള പരിദേവനവും കേൾക്കാം. ഈ ഒരു സമയത്തിന്, അതായത് 3 മണിക്കൂർ 20 മിനിറ്റാണ് എക്സാം, 2 മണിക്കൂർ കൊണ്ട് സകലതും തീർന്നു, പിന്നെ കിടക്കുകയാണ്, ബെഞ്ചിൽ വെറുതെ കിടക്കുകയാണ്. കിട്ടിയ മാർക്ക് 350, 400, 450, ഈവൻ ഏതെങ്കിലും ഒരു മാർക്ക്. പക്ഷേ ഈ ഒരു ടൈം, ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് കൊടുക്കാനുള്ളൊരു ടെൻഡൻസി ആദ്യം മുതൽ തന്നെ നിർബന്ധമാണ്. തീർച്ചയായിട്ടും. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വളരെ സിമ്പിൾ ആയിരിക്കാം, നമുക്ക് ഒറ്റ വായനയിൽ തന്നെ കിട്ടുന്നുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും അതിന് ഒരു കൃത്യസമയത്തോടെ, ഇപ്പോൾ ഒന്ന് കിട്ടിയാൽ പോലും ഒന്നുകൂടെ ഒന്ന് വായിച്ച് ഇത് തന്നെയെന്ന് ഉറപ്പിച്ച് എഴുതാനുള്ള ഒരു ക്ഷമ അത് നിങ്ങൾ കാണിക്കണം. ക്ഷമയാണ്. അതെ, സ്ലോ സ്പീഡും രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് നമ്മൾ എപ്പോഴും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കണം. ഒത്തിരി ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആവും, ക്വസ്റ്റ്യനൊക്കെ സിമ്പിൾ ആകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പടപടപടാ മാർക്ക് ചെയ്യുവാണ്. മാർക്ക് ചെയ്ത് കുറേ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത് അയ്യോ അത് അങ്ങനെ ഒന്നുകൂടെ വായിച്ചാൽ മതിയായിരുന്നു, ഇതിന് ഈ ഒരു ആൻസറും കൂടെ വരില്ലേ, ഇനിയിപ്പോൾ അസേർഷൻ റീസൺ കറക്റ്റ് ആണോ, ഇങ്ങനെയൊക്കെ തോന്നും. എന്തിനാണ് നമ്മളങ്ങനെ ഓരോ ക്വസ്റ്റിനും നമ്മൾ കൊടുക്കേണ്ട സമയം കൊടുത്ത് ക്ഷമയോടെ അതിനെ നേരിടണം. നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മുന്നേ ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഒന്നും കിട്ടാൻ പോണില്ല. ഒരു അരമണിക്കൂർ മുന്നേ തീർത്തിട്ട് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് പഠിക്കാം എന്ന് വിചാരിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഇതൊന്നും തന്നെ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ നമ്മുടെ വിചാരങ്ങളാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. നമുക്ക് കൃത്യസമയം എടുത്ത് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 or 3 വായന ചെയ്തിട്ട് പോലും നമുക്കൊരു 30 സെക്കൻഡിൽ, അതായത് അരമിനിറ്റിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു. ബയോളജിക്ക് ചെറിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, ആ ക്വസ്റ്റ്യൻ നമുക്ക് മാറ്റിയിടാം. ബയോളജിയിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 or 5 ക്വസ്റ്റ്യൻ ഇച്ചിരി ഒരു ഡിഫിക്കൽട്ട് ലെവൽ കയറുമല്ലോ, അവനിൽ കുറച്ചുകൂടെ സമയം കൊടുക്കാം. അത് നിങ്ങൾ പക്ഷേ അവന് കൊടുക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ഇടുന്ന സമയമാകരുത്, മറിച്ച് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ടൈം ആയിട്ട് വേണം കരുതാൻ. അല്ലാതെ നിങ്ങൾ അതിനു വേണ്ടി കീപ്പ് ചെയ്യുന്ന ടൈം ആകരുത്. അങ്ങനെ നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ എപ്പോഴും തുടങ്ങിയപ്പോൾ പറഞ്ഞെടുത്ത് തന്നെ വീണ്ടും എത്തുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നാമത്തെ മോഡൽ എക്സാം തൊട്ട് അവസാന മോഡൽ എക്സാം വരെ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും 2025 നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. Brilliant Study Center, India's #1 coaching center for NEET and JEE.